നമ്മൾ ഗ്രോ ബാഗ് യൂസ് ചെയ്യുമ്പം നമുക്ക് മെയിനായിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 2 തവണയോ മറ്റോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ബാഗ് വീണ്ടും മാറി പുതുതായിട്ട് വാങ്ങേണ്ടി വരും, അത് ഡാമേജ് ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റേസ് ബെഡിൻ്റെ ഒരു കൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ സ്ഥലം നമുക്ക് ഒരേ രീതിയിൽ മണ്ണ് ലെവൽ ചെയ്ത്, അപ്പോൾ അത് ഗ്രൗണ്ടിൽ ചെയ്യുന്ന അതേ ഒരു രീതിയിൽ വളർച്ച നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പം കഴിവതും ജൈവ രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓർഗാനിക് പോകുന്ന സമയത്ത് പോലും അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കീടനിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ തന്നെ പോയി ചെടികൾ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലാതെ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് പോലും വളരെ ലിമിറ്റഡായിട്ടേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വിവിധ ഇനം ചീരകളാണ്. ഇത് അഗസ്തി ചീരയാണ്. അഗസ്തി ചീര ചുവപ്പ് നിറത്തിലുള്ള അഗസ്തി ചീരയാണ്. വെണ്ട ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെ നട്ടിരിക്കുന്നത്. വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ മോഡലാണ്. അപ്പം ഇത് കൃഷിഭവനുമായിട്ട് ചേർന്നിട്ടുള്ളൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇതിലിപ്പം വഴുതനയുണ്ട്, മുളകുണ്ട്, ചേനയുണ്ട്. ഇതൊരു തീർച്ചയായും നമുക്കൊരു സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന്, അതായത് നല്ല ആഹാരം കഴിക്കുന്നു, നമ്മൾ തന്നെ ഒരു കായികാധ്വാനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊരു ഹെൽത്ത് ബെനിഫിറ്റ് കൂടിയാണ് ഈ ഒരു ഗാർഡൻ ചെയ്യുന്നത് വീട്ടിലൂടെ എനിക്ക്. നമസ്കാരം, എൻ്റെ പേര് മാത്യൂസ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നാലാഞ്ചിറ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ടെറസിലെ കൃഷി, മട്ടുപ്പാവ് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും പയർ, പാവൽ അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസ് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ പഴവർഗ്ഗങ്ങളും ടെറസിലും ചെയ്യുന്നുണ്ട്, വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തുമായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പം കഴിവതും ജൈവ രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓർഗാനിക് പോകുന്ന സമയത്ത് പോലും അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കീടനിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ തന്നെ പോയി ചെടികൾ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലാതെ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് പോലും വളരെ ലിമിറ്റഡായിട്ടേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ഏകദേശം ഒരു 15 വർഷമായി ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെയിൻ ഷെൽട്ടറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണാം നമുക്ക് റേസ്ഡ് ബെഡ് എന്നൊരു കൺസെപ്റ്റ്. അതായത് നമ്മൾ ഗ്രോ ബാഗ് യൂസ് ചെയ്യുമ്പം നമുക്ക് മെയിനായിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 2 തവണയോ മറ്റോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ബാഗ് വീണ്ടും മാറി പുതുതായിട്ട് വാങ്ങേണ്ടി വരും, അത് ഡാമേജ് ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റേസ് ബെഡിൻ്റെ ഒരു കൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ സ്ഥലം നമുക്ക് ഒരേ രീതിയിൽ മണ്ണ് ലെവൽ ചെയ്ത്, അപ്പോൾ അത് ഗ്രൗണ്ടിൽ ചെയ്യുന്ന അതേ ഒരു രീതിയിൽ വളർച്ച നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഒക്കെ കുഴച്ചൊരു വെൽഡിങ് ഹെൽപ്പറെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തൊരു രീതിയിലാണ് അങ്ങനെ ഒരു 8 റേസ് ബെഡിലാണ് ഇപ്പം മെയിനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വലിയ ചട്ടികളിലും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഗ്രോ ബാഗ് യൂസ് ചെയ്യുന്നില്ല, കൂടുതലും ഒരു റീപോട്ടിങ്ങിൻ്റെ സമയത്തുള്ള ഡാമേജ് കൊണ്ട് ഗ്രോ ബാഗ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 തവണയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഗ്രോ ബാഗ് മാറി ഉപയോഗിക്കേണ്ടി വരും. അപ്പം അതിനേക്കാളും ഞാനിപ്പോൾ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലേക്കാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത്. ബൈ പ്രൊഫഷൻ ഞാൻ ഒരു IT മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ സ്ട്രെസ് ആയിട്ടുള്ളൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു റിലീഫ് ആക്ടിവിറ്റി ആയിട്ടും ഈ ഒരു ആക്ടിവിറ്റി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ടെറസിൻ്റെ തന്നെ ഒരു ഭാഗത്തിലേക്ക് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ നിലയുടെ മേളിൽ ഷീറ്റാണ്. അപ്പം ഞാൻ എന്താണ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കമ്പുകളൊക്കെ വെച്ചിട്ട് വെള്ളരി, മത്തനൊക്കെ അതിലേക്ക് പടർത്തി വിടാനുള്ളൊരു പരീക്ഷണമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വെള്ളരി ഓൾറെഡി കായ്ച്ചിട്ടുണ്ട്, മത്തൻ
പടർന്നു വരുന്നത്. ഇത് വാഴയാണ്. അത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചു എന്നുള്ളത്. ഇത് കൊലയ്ക്ക് വേണ്ടിയിട്ട് താഴെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ടെറസ് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു വാഴയിലൊക്കെ കൂടെ നിൽക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. ഇത് നമ്മൾ പോളി ഹൗസ് ചെയ്യുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ്. വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ മോഡലാണ്. അപ്പം ഇത് കൃഷിഭവനുമായിട്ട് ചേർന്നിട്ടുള്ളൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇതിലിപ്പം വഴുതനയുണ്ട്, മുളകുണ്ട്, ചേനയുണ്ട്. മൊത്തത്തിൽ 16 8, 8, 16 അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പം ഇത് നമുക്ക് ചെറിയ സ്പേസ് ഉള്ളവർക്ക് പോലും ഇപ്പം എന്താണ് സിറ്റിക്കകത്താണ് സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ള സ്ഥലങ്ങളിൽ പോലും ഇങ്ങനത്തെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം കുറച്ച് ഇലവർഗ്ഗങ്ങളും മുളകോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ചീര. ഇത് വേഗം പൂക്കാത്ത ഒരിനം ചീരയാണ്. പേരങ്ങനെയില്ല. നമ്മൾ വർഷങ്ങളായിട്ട് വീട്ടിൽ കൃഷി ചെയ്ത് വരുന്നിരുന്ന ഒരിനം അതിൻ്റെ ഒരു ഇലയാണ്. അത് ചുവപ്പും പച്ചയും കൂടെ കളഞ്ഞിട്ടുള്ളൊരു ഇലയായിട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഞ്ഞളുണ്ട്, തുളസിയുണ്ട്, മുളക്, പിന്നെ ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. മല്ലിയുടെ തന്നെ ഒരു വെറൈറ്റി. മല്ലിയുടെ അതേ മല്ലിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു ഇലയാണത്. പയർ ഇവിടെ ചെയ്തിട്ട് ഇപ്പോൾ എന്താ പന്തലിലേക്ക് പടർന്നു വരുന്നു. കൂവയാണ്. പിന്നെ ചീരച്ചേമ്പെന്ന് പറയും. അതുണ്ട്. അലോവേരയുണ്ട്. ചീര പയർ റെഡിയാക്കി നടുന്നു. ഇപ്പം കുറച്ച് പറിച്ചു. അപ്പോൾ അതിലേക്ക് തിരിച്ച് നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പാവലുണ്ട്. പാവൽ ഇങ്ങനെ കമ്പ് വെച്ച് കൊടുത്തത്. പാവൽ ഒരെണ്ണം ഏകദേശം വിളവെടുക്കാനൊക്കെ ആയതാണ്. എല്ലാം പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് ലീഫി വെജിറ്റബിൾ എനിക്കിപ്പം സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ബാക്കി പയറൊക്കെ ഉണ്ടാകാറുണ്ട്. വെണ്ട ഇതൊക്കെ കിട്ടുന്നുണ്ട്. വഴുതന എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ പുറത്ത് ചിലപ്പോൾ സർപ്ലസ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ അങ്ങനെ അല്ലെ നെയ്ബേഴ്സിനോ അങ്ങനെയൊക്കെ കൊടുക്കും. സെല്ലിങ് അത്രയൊരു ഇതിലേക്ക് ഇല്ല. എന്നാലും ഉണ്ട്, സർപ്ലസ് ഉണ്ട്. എന്താണ് ഇത്? പാലക്ക് പനീറിനൊക്കെ ഉപയോഗിക്കുന്ന പാലക്കാണ്. പിന്നെ വിവിധ ഇനം ചീരകളാണ്. ഇത് അഗസ്ത്യ ചീരയാണ്. ചുവപ്പ് നിറത്തിലുള്ള അഗസ്ത്യ ചീരയാണ്. വെണ്ട ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെ നട്ടിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മൾബറി അതൊക്കെ ചുമ്മാ ഇങ്ങനെ നട്ടിരിക്കുകയാണ് പല ആവശ്യങ്ങൾ എന്നുള്ള രീതിയിൽ. അമ്പഴം സ്വീറ്റ് അമ്പഴമാണ്. ഇല്ല, ഇത് ആക്ച്വലി ഞാനിപ്പോൾ വെച്ചിട്ട് ഒരു 1 year ആയിട്ടേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു ഡ്വാർഫ് വെറൈറ്റി തന്നെ പ്ലാന്റ് വാങ്ങിച്ചതാണ്. മണിത്തക്കാളി എന്ന് പറയുന്ന ഔഷധ ഗുണമുള്ളൊരു ചെടിയാണത്. ഇതൊരു ചുണ്ടയാണ്, നാടൻ ചുണ്ടയാണ്. ഞാനിതിപ്പോൾ ഇത് നട്ടിട്ട് വഴുതന ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി ചുണ്ട ചെടി നട്ട് വെച്ചേക്കാണ്. അപ്പം അതിലോട്ട് ഇനി ഗ്രാഫ്റ്റ് ചെയ്യണം. മധുരക്കിഴങ്ങിൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ. ഇതിൽ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കുറേ അങ്ങ് ഒരുമിച്ച് നടാൻ പറ്റും. പല സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് നടാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നട്ടു കൊടുക്കാൻ പറ്റും. ഇത് പയറൊക്കെ പടർന്ന് ഇത് തുവരച്ചെടിയാണ്. അത് വെച്ചിട്ടുണ്ട്. മാവാണ്, ഓൾ സീസൺ മാവാണ്. അതും ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ്. മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം വരെ 2 മാങ്ങ നമുക്ക് പഴുത്തിട്ട് പറിച്ചതാണ്. മാങ്ങ ഉണ്ടാവാറുണ്ട് അതിൽ. ഇത് വഴുതന, മഞ്ഞൾ, കുരുമുളകുണ്ട്. ഇത് വളരിപ്പയർ സ്വാട്ട് ബീൻസ് എന്ന് പറയുന്ന വളരിപ്പയർ. നിത്യവഴുതന, കോവലിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വിട്ടേക്കാണ്. വീണ്ടും അത് പടർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇത് ടെറസ് ഗാർഡൻ്റെ ഒരു കോർണറിലായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വുഡൻ റൂമാണ്. നമുക്ക് വർക്ക് ചെയ്യാനോ സ്വന്തമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു റൂമാണ്. ഇത് നമ്മൾ ചെടിയിലൊക്കെ വരുന്ന ഇലകളും വേസ്റ്റുകളൊക്കെ കൂടെ കമ്പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു യൂണിറ്റാണ് ഇത്. നമുക്കിപ്പം ഇലകൾ ഉണങ്ങി വെച്ചിരിക്കുകയാണ്. ഇല്ല, നമ്മളിത് ഡ്രൈ ലീവ്സ് ഒക്കെ അതിൽ വെച്ചിട്ട് അത് കുറച്ച് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ അത് നമ്മൾ വീണ്ടും ചെടികൾക്കൊക്കെ തന്നെ ഇട്ട് കൊടുക്കും. നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് വളങ്ങളെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചിലപ്പോൾ പഞ്ചഗവ്യം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് വാങ്ങിയിട്ട് അത് നേർപ്പിച്ച് അത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കും എല്ലാം കൂടെ ചാണകവും എല്ലാം കൂടെ ചേർത്തിട്ട് പുളിപ്പിച്ച് അത് നേർപ്പിച്ച് അത് ഉപയോഗിക്കാറുണ്ട്. മുരിങ്ങയില അരച്ചിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അതും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈവനിങ് ടൈമിലാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിലത്ത് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ടെറസിലാകുമ്പോഴത്തേക്ക് സമയം നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല.
നൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എപ്പോഴാണെങ്കിലും വേണമെങ്കിലും ഇത് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ട്രെയിനിങ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് മുന്നോട്ട് വീണ്ടും വീണ്ടും കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് പോവുക. അതാണ് എനിക്ക് തോന്നുന്ന ഒരു ഇത്. ഇത് എങ്ങനെയാണ് നമ്മൾ എത്രമാത്രം നമ്മൾ ഇതിനോട് ഡെഡിക്കേഷൻ കാണിക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് അത് സക്സസ് ആക്കാൻ പറ്റും. ഞാൻ ഇതൊരു എനിക്കുള്ളൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെയാണ് ഇത്. നമ്മളൊരു ജിമ്മിൽ പോയി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ഡെയിലി ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെയാണ് നമ്മളൊരു ഗാർഡനിങ് എന്ന് പറയുന്നത്. ഇതൊരു തീർച്ചയായും നമുക്കൊരു സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന്, അതായത് നല്ല ആഹാരം കഴിക്കുന്നു, നമ്മൾ തന്നെ ഒരു കായികാധ്വാനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊരു ഹെൽത്ത് ബെനിഫിറ്റ് കൂടിയാണ് ഈ ഒരു ഗാർഡൻ ചെയ്യുന്നത് കൂടെ എനിക്ക്